ചേർത്തലയുടെ വികസന സ്വപ്നങ്ങളെ ചേർത്തു പിടിക്കുകയാണ് കിഫ്ബി. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 270 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായത്. 270 കോടിയുടെ വിവിധ പദ്ധതികൾ ചേർത്തലയുടെ ഹൃദയം തൊട്ടറിഞ്ഞ് വികസന വഴിയിൽ ചേർത്തലയെ ചേർത്ത് പിടിക്കുകയാണ് കിഫ്ബി. ചേർത്തലയുടെ വികസന സ്വപ്നങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കിഫ്ബി. മണ്ഡലത്തിലാകെ 270 കോടിയുടെ പദ്ധതിയാണ് ഇക്കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ പൂർത്തീകരിച്ചത്. നിർമ്മാണം പുരോഗമിക്കുന്ന പദ്ധതികൾ വേറെയും. മണ്ഡലത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ച വികസന പദ്ധതികൾക്കാണ് കിഫ്ബിയിലൂടെ നിറം വെച്ചത്. കായലിനും കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂപ്രദേശത്തെ സംരക്ഷിച്ചു നിർത്തുന്ന തീരസംരക്ഷണം, ആരോഗ്യമേഖലയിലെ നവീന ഇടപെടൽ തുടങ്ങി ചേർത്തലയിലെ ജനതയുടെ മനം തൊട്ടറിഞ്ഞ വികസനങ്ങൾ മന്ത്രി കൂടിയായ മണ്ഡലത്തിലെ MLA പി പ്രസാദിലൂടെ യാഥാർത്ഥ്യമായി. കിഫ്ബിയിലൂടെ വലിയ മുന്നേറ്റമാണ് ചേർത്തല നിയമസഭാ മണ്ഡലത്തിലും നടന്നിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 1,10,000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലായപ്പോൾ നല്ല തരത്തിലുള്ള പരിഗണന ചേർത്തല നിയമസഭാ മണ്ഡലത്തിലും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. ചേർത്തല മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം വേമ്പനാട് കായലാണെങ്കിൽ മറുകരയ്ക്ക് അല്ലെങ്കിൽ അങ്ങേ സൈഡ് എന്ന് പറയുന്നത് കടലാണ്. കടലിനും കായലിനും ഇടയിൽ കിടക്കുന്ന ഈ ഭൂപ്രദേശം അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെയായിരുന്നു. ഞങ്ങളുടെ തീരപ്രദേശത്തുണ്ടായിരുന്ന ഒറ്റമശ്ശേരി പോലുള്ള ഇടങ്ങളിൽ ഒരു കല്ലുപോലും ഇല്ലാത്തതിൻ്റെ ഫലമായി കടൽക്ഷോഭം മൂലം വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അതിന് പരിഹാരമുണ്ടാക്കിയത് കിഫ്ബിയിലൂടെ ലഭ്യമായ തുക ഉപയോഗിച്ചാണ്. ഏതാണ്ട് 25 കോടിയോളം രൂപ മുടക്കി നമുക്കിന്ന് ആ തീരമേഖലയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കടൽ കരുതുള്ളുമ്പോൾ കരയിലുള്ള എല്ലാവരുടെയും കരൾ പിടയുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാവുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അനേക ജീവനുകളുടെ, ജീവിതങ്ങളുടെ, കുടുംബങ്ങളുടെ, നൂറുകണക്കായ മനുഷ്യരുടെ ജീവിതത്തിലാണ് അത് ആശ്വാസം തീർത്തിരിക്കുന്നത്. ചേർത്തല അതേപോലെ തന്നെ തോടുകൾക്കും പാലങ്ങൾക്കുമെല്ലാം കേൾവി കേട്ട ഒരിടം തന്നെയാണ്. ശരീരത്തിലെ നാഡീഞരമ്പുകൾ പോലെ തോടുകളുള്ള സ്ഥലമാണ് ചേർത്തലയുടെ മണ്ണ്. ആ ഭൂപ്രദേശം കരപ്പുറം തന്നെയും. ചേർത്തല പട്ടണത്തിൽ നിരവധിയായ പാലങ്ങളുണ്ട്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാലങ്ങൾ കാലപ്പഴക്കത്താൽ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമായിരുന്നു, അനുഭവമായിരുന്നു. ഈ പാലങ്ങൾക്കെല്ലാമുള്ള പണം എവിടെ നിന്നാണ് കണ്ടെത്താൻ കഴിയുക? ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർത്ത് വെച്ച് അത് ചെയ്യാൻ തീരുമാനിച്ചാൽ ഓരോ മണ്ഡലത്തിലും ഇതേപോലുള്ള പാലങ്ങൾ തീർക്കാനായി പണം അനുവദിക്കാൻ കേരളത്തിൻ്റെ ബജറ്റ് തന്നെയും മതിയാവാതെ വരുന്ന അവസ്ഥയിലേക്ക് എത്തും. അവിടെയാണ് കിഫ്ബി ഒരു സഹായമായി നമ്മുടെ എല്ലാം മുമ്പിലേക്ക് എത്തത്, ഞങ്ങളുടെയും മുമ്പിലേക്ക് എത്തത്. പാലങ്ങൾക്ക് പണം അതിലൂടെ അനുവദിച്ചു തരുന്നതിലേക്കെത്തി. നിരവധിയായ പാലങ്ങൾ പൂർത്തിയാകുന്ന തരത്തിലേക്ക് എത്തി. അതുണ്ടാക്കിയ ആശ്വാസവും ചെറുതല്ല. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിരവധിയായ സ്ഥാപനങ്ങൾ ചേർത്തലയിലുണ്ട്. എണ്ണം പറഞ്ഞ സർക്കാർ വിദ്യാലയങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ് ചേർത്തല മണ്ഡലം, ചേർത്തല തന്നെ. അവിടെയുള്ള വിദ്യാലയങ്ങൾ ആധുനിക രീതിക്കനുസരിച്ച് ഒന്ന് റെഡിയാക്കിയെടുക്കുക എന്നത് അതിന് വേണ്ടി വരുന്ന പണവും ചെറുതായിരുന്നില്ല. നിരവധിയായ സ്കൂൾ കെട്ടിടങ്ങൾക്ക് പണം അനുവദിച്ചത് കിഫ്ബിയിലൂടെയാണ്. 25, 30, 40 കൊല്ലങ്ങൾ കഴിഞ്ഞ് മാത്രം നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായി. നമ്മുടെ സ്കൂളുകൾക്കെല്ലാം പുതിയ കെട്ടിടങ്ങളുണ്ടായി, തലയെടുപ്പോടുകൂടി അത് നിൽക്കുന്നു. ആധുനിക കാലത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള വിദ്യാലയം ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിക്കാണ് അത് ഏറ്റവും ഗുണകരമായി ഭവിക്കുന്നത് എന്നുകൂടി നാം ഓർക്കുക. ഈ സ്കൂളുകളെല്ലാം ഇത്തരത്തിലേക്ക് മെച്ചപ്പെട്ട സ്കൂളുകളായി മാറിയത്, മെച്ചപ്പെട്ട കെട്ടിടങ്ങൾ അവിടെയെല്ലാം ഉണ്ടായത് കിഫ്ബിയുടെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ₹84 കോടി മുതൽ മുടക്കിലാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. OP അനുബന്ധ സേവനങ്ങൾ, കിടത്തി ചികിത്സാ സംവിധാനം, സർജറി വിഭാഗം, 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 30 കിടക്കകളുള്ള 3 ICU, ജനറൽ സർജറി, ഓർത്തോ, ജനറൽ മെഡിസിൻ, ഒഫ്താൽമോളജി, ENT, പീഡിയാട്രിക് അനസ്തേഷ്യ, ഡെൻ്റൽ, ഡെർമറ്റോളജി വിഭാഗങ്ങൾ, ഓക്സിലറി സേവനങ്ങൾ, ലാബ്, എക്സ്റേ, ഫാർമസി തുടങ്ങിയവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 84 കോടിയോളം രൂപ മുടക്കിയിട്ടാണ് ചേർത്തലയുടെ താലൂക്ക് ആശുപത്രി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരു ബഹുനില മന്ദിരം പൂർത്തിയാകുന്നു. മന്ദിരം മാത്രമല്ല, ആധുനിക സൗകര്യങ്ങൾ,
പുതുപുത്തൻ ചികിത്സാ രീതികൾ, അതിനൊക്കെ ആവശ്യമായ ഉപകരണങ്ങൾ, അതെല്ലാം സജ്ജമാക്കിയിരിക്കുന്ന ആധുനിക ചികിത്സാ രീതികൾ ലഭ്യമാവുന്ന ഒരു പ്രധാനപ്പെട്ട ആതുര ശുശ്രൂഷ കേന്ദ്രമായി ചേർത്തല താലൂക്ക് ആശുപത്രി മാറിയിരിക്കുന്നു. 84 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയോടെയാണ് ഇത് യാഥാർത്ഥ്യമായി തീരുന്നത് എന്നുള്ളത് മറ്റൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ചേർത്തല, അരൂർ മണ്ഡലങ്ങളിലെ നിരവധി സാധാരണക്കാരുടെ ആശ്രയമായ താലൂക്ക് ആശുപത്രിയിൽ പ്രതിദിനം 1200-ൽ പരം രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. 300ഓളം കാഷ്വാലിറ്റി, 100ഓളം കിടത്തി ചികിത്സ, ചെറുതും വലുതുമായി 60ഓളം സർജറികൾ എന്നിവ പ്രതിദിനം നടന്നുവരുന്ന ആശുപത്രിയിൽ രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 2022-ൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ സഹായത്തോടെ പൂർത്തീകരിച്ച് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആതുര സേവന രംഗത്തെ മഹത്തായ ഒരു ഹോസ്പിറ്റലാണ് ചേർത്തല. ചേർത്തലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ദിവസം തോറും ആയിരക്കണക്കായിട്ടുള്ള രോഗികളാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത്. ആ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ നില മെച്ചപ്പെടുത്തുവാനും വേണ്ടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി LDF സർക്കാർ അനുവദിച്ചിട്ടുള്ള തുകയുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ചേർത്തലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ നവീകരണത്തിനോട് സംഭവിച്ചിരിക്കുന്നത്. 250ഓളം ബെഡുകൾ രോഗികൾക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. 4ഓളം ഓപ്പറേഷൻ തിയേറ്ററുകൾ, ICU യൂണിറ്റുകൾ, അങ്ങനെ വേണ്ട ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിന് വേണ്ട എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം നടന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഹൈറ്റ്സാണ് ഈ പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ ആർക്കും ഒരു തെറ്റും പറയാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അത്യാധുനിക രീതിയിൽ ഇന്ന് ചേർത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന് പോലും ഇല്ലാത്ത സംവിധാനമാണ് ചേർത്തല ഹോസ്പിറ്റലിൽ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഈ നാട്ടുകാർക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക്, കണ്ണീരൊപ്പുന്ന ജനങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. വരുന്ന നാളുകളിൽ ചികിത്സാ സൗകര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്ക് ചേർത്തല ഹോസ്പിറ്റലിന് ഈ കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി എത്താൻ വേണ്ടി കഴിയും. ഈ കിഫ്ബി പ്രവർത്തനത്തിൽ ഈ നാട് മുഴുവൻ ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേർത്തലയിൽ തന്നെ കോടാനുകോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി LDF സർക്കാർ നടത്തിയിട്ടുള്ളത്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കടപിടിക്കുന്ന തരത്തിലേക്കാണ് ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സാധാരണക്കാരന് മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുവാൻ നഗരസഭയും സർക്കാരുമെല്ലാം വളരെയധികം താല്പര്യമെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഈ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഡോക്ടർമാരെയെല്ലാം മറ്റ് സ്റ്റാഫുകളെല്ലാം നിയമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ്. ചേർത്തലക്കാരുടെ പ്രധാന തലവേദനയായിരുന്ന തീരദേശ മേഖലയുടെ സംരക്ഷണത്തിനായി 23.6 കോടി രൂപ മുതൽ മുടക്കിൽ കടക്കരപ്പള്ളി ഒറ്റമശ്ശേരി തീരസംരക്ഷണ പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലാണ്. മണ്ഡലത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിന് 13 കോടി രൂപ അനുവദിച്ചപ്പോൾ വയലാർ ജംഗ്ഷൻ, വയലാർ കടവ്, പള്ളിപ്പുറം ഇൻഫോ പാർക്ക് റോഡും പാലവും നിർമ്മിക്കുന്നതിനായി 94.1 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ വകയിരുത്തിയത്. ഇതിനെല്ലാം പുറമെ ചേർത്തല നെടുമ്പർക്കാട് വിളക്കുമരം പാലം 20.6 കോടി, ചേർത്തല ഇരുമ്പുപാലം പുനർനിർമ്മാണം 20.61 കോടി, മുട്ടം മാർക്കറ്റ് നവീകരണം 3.08 കോടി എന്നിവയാണ് കിഫ്ബിയിലൂടെ പൂണിയുന്ന മറ്റ് വികസന പദ്ധതികൾ. വയലാർ കവലയെയും ഇൻഫോ പാർക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ റോഡും പാലവും കൂടി 94 കോടി രൂപയ്ക്ക് അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നതും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെയാണ്. കിഫ്ബി നൽകുന്ന സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ പറയാൻ നിരവധിയായ കാര്യങ്ങളാണ്. എണ്ണം പറഞ്ഞ സ്കൂളുകൾ, ഞങ്ങളുടെ ഏറ്റവും പ്രമുഖമായ പാലങ്ങൾ, വലിയ റോഡുകൾ, ഞങ്ങളുടെ തീരമേഖലയുടെ സംരക്ഷണം, ആതുര ശുശ്രൂഷ രംഗത്ത് ഏറ്റവും പ്രമുഖമായി തലയെടുപ്പോട് നിൽക്കാൻ കഴിയുന്ന സാധാരണക്കാരായ മനുഷ്യർ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് അവരുടെ ചികിത്സ മെച്ചപ്പെട്ടതാക്കാൻ ഉപകരിക്കുന്ന താലൂക്ക് ആശുപത്രി നിർമ്മാണം 100 കണക്കിന് കോടി രൂപയാണ് ഇത്തരത്തിൽ ചേർത്തലയിലേക്കും ഒഴുകി എത്തിയത്. ചേർത്തലയുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും മുതൽക്കൂട്ടായി മാറിയതും കിഫ്ബി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കിഫ്ബി നിലനിൽക്കേണ്ടത് ഭാവി കേരളത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, ഭാവിയുടെ ആവശ്യകതയെ കണക്കിലെടുത്തുകൊണ്ടുള്ള വികസനത്തിൻ്റെ പൂർത്തീകരണത്തിന് കിഫ്ബി ചേർത്തലയ്ക്ക് ചെയ്തത് സഹായം ചെറുതല്ല. ചേർത്തലയെ വലിയ പരിഗണനയോടുകൂടി തന്നെയാണ് കിഫ്ബിയും കണക്കാക്കിയത്.
അമൃത ന്യൂസ് ആലപ്പുഴ.